റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ആഴ്ചയിൽ ഇടുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ ധാരാളം പേർക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശ ലക്ഷ്യസ്ഥാനത്തേക്ക് വരാതിരിക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളെ നാം പറക്കിയെടുത്ത് കൊണ്ടുവന്ന് നാം അത് നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൽ പതിഞ്ഞതിനെ ബോധ മനസ്സിൽ കൊണ്ട് നാം ചിന്തിച്ച് എനിക്കൊന്നും കഴിയത്തില്ല എന്ന് നാം ചിന്തിക്കുന്നു. അവിടെ സെൽപ്പിറ്റി, സ്വയസഹതാപം വരും. സെൽപ്പിറ്റി ഒരു വ്യക്തിയും സെൽപ്പിറ്റി മുൻപോട്ട് നയിക്കത്തില്ല. സ്വയസഹതാപം, ഞാൻ പഠിച്ചതാ, എനിക്ക് അതിന് വേണ്ടവണ്ണം ജോലി കിട്ടില്ല, ആ വ്യക്തിക്ക് പഠിത്തമില്ലായിരുന്നു, അദ്ദേഹത്തെ ഉയർത്തി, ഞാൻ ഇങ്ങനെയൊക്കെ പോയതാ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഒരുക്കി തന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയായിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ കയറിയായിരുന്നു, അങ്ങനെ ഒരു ആക്സിഡൻറ്റ് എനിക്ക് ഉണ്ടാകത്തില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഉയർച്ചയിലേക്ക് വന്ന, ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ കരച്ചിലുണ്ടാക്കുന്നു, ദുഃഖമുണ്ടാക്കുന്ന ചിന്തകളാണ്. അതിന് പകരമായി നിങ്ങൾ അതിനകത്തെ സാധ്യതകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനകത്തെ സാധ്യതകൾ എന്തുവാണ്? എനിക്ക് അങ്ങനൊരു വിദ്യാഭ്യാസം ശരിയോ എൻ്റെ മാതാപിതാക്കളെ നയിച്ചില്ല, അന്നത്തെ കാലത്ത് അവർക്ക് നിനക്കുള്ള വിദ്യാഭ്യാസം യോഗ്യതയുള്ളായിരുന്നു, അവരന്നുണ്ടായിരുന്ന വെളിപ്പാടിൽ അവർ പഠിപ്പിച്ചു ചെയ്തു. ഇനി അവർക്ക് കഴിയാമായിരുന്നു, അവർ ചെയ്തില്ല, എനിക്കതിനകത്ത് പ്രശ്നമല്ല. പക്ഷേ ഇന്ന് എന്നെ ആ വിദ്യാഭ്യാസമുള്ള വ്യക്തി എന്ന നിലവിൽ തന്നെ എന്നെ മാനിച്ച് ഞാൻ കുറേ കാര്യങ്ങളിൽ എന്നെ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. നിങ്ങൾക്ക് അങ്ങനെ അതിനകത്തെ ആ ചിന്തകളെ, നമുക്കറിയാം, നമ്മൾ ഈ വെജിറ്റബിളൊക്കെ വാങ്ങാൻ ചെല്ലുമ്പം ചിലപ്പം എല്ലാം ഫ്രഷായിരിക്കും, എന്നാൽ പോലും നമ്മളൊന്ന് തിരയും അല്ലേ, തിരഞ്ഞ് നമ്മൾ നല്ലത് മാറ്റിയാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് പല കാര്യങ്ങളല്ലേ. ചിലപ്പോൾ തിരക്കാണെങ്കിൽ അവരെടുക്കാൻ പറയും. അപ്പോൾ അതുപോലെ ജീവിതത്തിൽ വരുന്ന നിരാശപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ചിന്തകളെ നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് ഒരു CCTV ക്യാമറ വെച്ച് വാച്ച് ചെയ്യുന്ന പോലെ, പറഞ്ഞില്ലേ നിങ്ങൾ, ക്യാമറ നിരീക്ഷണത്തിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ നടുക്ക് ഹൃദയത്തിൽ അങ്ങനൊരു ശുഭാപ്തി വിശ്വാസത്തിലോട്ട് നമ്മളൊന്ന് പോകാൻ ശ്രമിച്ചാലോ, ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞാലോ, അതിനകത്തൊരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് കഴിഞ്ഞ കാര്യങ്ങളാണ്, ഞാൻ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. നമ്മളെ കരയിപ്പിക്കുന്ന വിഷയങ്ങളാണ്. രാവിലെയൊക്കെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പോലും അറിയത്തില്ല, ഏതാണ്ട് 70,000 50,000 മീതെ ചിന്തകളാണ്, നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ ആക്രമിക്കുന്നത്. ആ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം അതിനെ തട്ടി മാറ്റണം. നാം അതിനെ തട്ടി, ഒരു നദി എങ്ങനെയാണ് ഒഴുകുന്നത് മുമ്പോട്ട്? നദിക്ക് പാറക്കെട്ടുകളുള്ളോട്ട് തിരിഞ്ഞു പോകാൻ നദി പറയുന്നില്ല. അതിനെ ഇതിനെയും കാവിഞ്ഞ് ആദ്യം വന്ന് അവിടെ നിൽക്കും എന്ന് നോക്കിയിട്ട് നദി പിന്നെ അതിൻ്റെ മീതെ അല്ലെങ്കിൽ ആ സൈഡിലൂടെ വഴി മാറി നദി ഒഴുകും. നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ? ആ ചിന്തകൾ കൊണ്ട് എന്തോ പ്രയോജനമുണ്ടോ? ഒരു മുഴുവൻ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മളെ കൊണ്ട് കഴിയുമോ? അല്ലെ ഞാൻ ഒത്തിരി നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് ഞാൻ ശക്തനായെന്ന് ആർക്കെങ്കിലും പറയാനൊക്കെ? അത് നമ്മളെ ആ സെൽഫിറ്റി നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകും, ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും, ജീവിത ദുഃഖത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, താങ്ങാനാകാത്ത വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മുൻപോട്ട് നമുക്ക് ഓടാൻ കഴിയത്തില്ല. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. സകല ഭാരവും മുറുകെ പറ്റും. നമുക്ക് ട്രെയിനിൽ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് ലഗേജുകൾ കൂടുതലുണ്ടെങ്കിൽ സുഗമമായി ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ചെന്ന് കഴിഞ്ഞ് നമുക്ക് അവിടെ ഇല്ലാതെ കീപ്പ് ചെയ്യാം. അല്ലാതെ കൊണ്ട് യാത്രയിൽ ഒത്തിരി ലോഡ് നമ്മുടെ ശരീരത്തുണ്ടെങ്കിലും, അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന ചിന്തകളെ നോക്കി നമ്മളെ കരയിപ്പിക്കുന്ന ചിന്തകൾ നമ്മൾ വരും നമ്മുടെ ജീവിതത്തിൽ. അത് ചിലർ വറിയായിട്ട് വരണം. വറിയുടെ സ്പിരിറ്റുണ്ട്, സെൽഫിറ്റിയുടെ സ്പിരിറ്റുണ്ട് നമ്മളിൽ വരുമ്പോൾ നമ്മൾ അതിനടുക്ക് ചിന്തിച്ച് നമ്മൾ ആ ഫ്രൂട്ട്സ് തിരയുന്ന പോലെ, അല്ലെങ്കിൽ വെജിറ്റബിൾ തിരയുന്ന പോലെ നമുക്ക് തിരഞ്ഞ് അതിനകത്തെ ഞാൻ പണ്ട് നിൽക്കുന്ന അവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. പണ്ട് ഞാൻ നിൽക്കുന്ന സാഹചര്യത്തിലല്ല ഇപ്പം നിൽക്കുന്നത്. പുറമോട്ടും തിരിഞ്ഞ് നോക്കിയാലോ, അങ്ങനെ ചിന്തിച്ചാലോ, നിങ്ങൾ പറയുന്നത് ഒന്നും ലഭിച്ചില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, കഴിഞ്ഞ വർഷങ്ങൾ നിങ്ങൾക്കൊന്ന് മാറ്റം ഒന്നും കാണുന്നില്ലെങ്കിൽ, ഒന്നും നിങ്ങൾക്ക് പറയാനൊക്കത്തില്ല എന്ന് പറയുന്നത് കള്ളമാണെന്നാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും പറയാൻ കാണും. നിങ്ങളിലോ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ആരോഗ്യപരമായ വിഷയം, കുഞ്ഞുങ്ങളുടെ ഭാവി വിഷയം, എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റ്, ഒരു മുന്നേറ്റം
നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഒന്നും ആകുന്നില്ല, നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കണം. ഞാൻ അടുത്തൊരു വർഷം, അടുത്ത 5 വർഷം, അല്ലെ 4 വർഷം, 3 വർഷം ഞാൻ ചിലതൊക്കെ ആഗ്രഹിക്കുക, ചില പ്രൊജക്റ്റുകൾ, ചിലത് ഞാൻ പ്ലാൻ ചെയ്യുക, അതിലേക്ക് വരും. എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ഒരു മകന് എറണാകുളത്ത് നിന്ന് ഒരിക്കൽ വരുന്നു. അദ്ദേഹം സൗദിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞാൽ 5 വർഷത്തേക്കുള്ള പ്രൊജക്റ്റ് അദ്ദേഹം ചെയ്യാവുന്നിടത്തോളം. എനിക്കൊന്ന് നിയമങ്ങളിലൊക്കെ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തോന്നുന്നു നാട്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കും അതുപോലെ നേട്ടങ്ങൾ, നാട്ടിൽ വസ്തു വാങ്ങുക അല്ലെങ്കിൽ വിടുക. പുള്ളി അതിനെല്ലാം ബില്ലിങ്ങായി. വലിയ ഭയങ്കര MBA എന്തോ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി ജ്ഞാനമുള്ള ആളല്ല. പക്ഷെ ആ ചെയ്തതിനകത്ത് നല്ലത് കണ്ടുപിടിച്ചോണ്ട് ഇപ്പോൾ എനിക്ക് ഇത്ര ജോലിക്കാരെയോ ഇത്ര പേരെ ഞാൻ കാണുന്നു, ഇത്ര വളർച്ച ഞാൻ കാണുന്നു. ഇതെല്ലാം പ്ലാൻ ചെയ്യുകയും എഴുതി വെക്കുകയും വരയ്ക്കുകയും ചെയ്തുകൊണ്ട് ആ 100 കാര്യങ്ങൾ നിങ്ങളെ കരയിപ്പിക്കുമ്പോൾ 1000 കാര്യങ്ങൾ നിങ്ങൾ സന്തോഷമുള്ളത് എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളത് എഴുതാൻ തുടങ്ങണം. തകർന്നതും പരാജയത്തിൻ്റെയും അധ്യായങ്ങളാണ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഓരോ ദിവസവും അത് വരുന്നതെങ്കിൽ ജയത്തിൻ്റെയും നിങ്ങൾ ഓവർകം ചെയ്ത് ആ വലിയ പരാജയത്തിൽ നിങ്ങൾ വീണു പോകുന്ന ലോകം മുഴുവൻ പറഞ്ഞല്ലേ, തകർന്നു പോകുന്ന എല്ലാവരും പറഞ്ഞല്ലേ, നിങ്ങൾ അതിനകത്ത് എഴുന്നേറ്റില്ലേ? നിങ്ങളത് എഴുതണം. നിങ്ങളുടെ ജീവിതത്തിന് വിജയമില്ലെന്ന് ശത്രു പറയുമ്പോൾ, അല്ലെങ്കിൽ ശത്രു ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ നെഗറ്റീവ് തോട്ട്സാണ്. നിങ്ങളോട് എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ നിന്നുകൊണ്ട് പറയുക, ഇല്ല, വലിയ തകർന്നു പോകേണ്ട സ്ഥാനത്ത് ഞാൻ ഇന്നും ഉണ്ട്, ഇന്ന് ഞാനുണ്ട്, ആ പഴയ അവസ്ഥയിലല്ല ഞാൻ, ആ പഴയ സ്ഥാനത്തല്ല ഞാൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ ചിന്തകൾ നിങ്ങളെ വിട്ട് മാറും. നമുക്കറിയാം, എത്ര വലിയ ഇരുട്ടാണേലും നമ്മൾ ഒരു മെഴുതിരി കത്തിച്ചാൽ, ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചാൽ അവിടെ ഒരു പ്രകാശപൂരിതമാകും. ആ ഇരുട്ടിനോട് നമ്മൾ ഒരിക്കലും, ആ ഇരുട്ടിനോട് നമ്മൾ പറയണ്ട, മാറാൻ നമ്മൾ പറയണ്ട. ആ ഇരുട്ടിനോട് നമ്മൾ ഒരിക്കലും മാറാൻ പറയണ്ട. കാരണം ആ പ്രകാശത്തിൻ്റെ നാമ്പ് വരുമ്പോൾ തന്നെ, ആ വെളിച്ചം വരുമ്പോൾ തന്നെ ആ ഇരുട്ട് അപ്രത്യക്ഷമാണ്. ആ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ ആക്രമിക്കുമ്പോൾ, നിങ്ങളുടെ പരാജയങ്ങളെ പറഞ്ഞ് നിങ്ങളെ ഉത്സാഹഭരിതരാക്കാൻ നിരാശപ്പെടുത്തി നിങ്ങളെ മൂടി ആ ഒരു ഷെഡിൽ, ഒരു മൂലയിൽ നിങ്ങളെ ഇരുത്താൻ ശ്രമിക്കുമ്പോൾ മനഃപൂർവ്വം പെട്ടെന്ന് സന്തോഷമൊന്നും ചുമ്മാ വരുന്നല്ല, ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. നന്മയും തിന്മയും നിങ്ങളുടെ മുമ്പിലുണ്ട്, തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് അതിനെ. നിങ്ങൾ പറയുകയാണ്, ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ദിവസം, ഇത് എൻ്റെ ദിവസമാണ്, ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്, ഇന്നെൻ്റെ തല ഉയർത്തുന്ന ദിവസമാണ്, മാനിക്കപ്പെടുന്ന ദിവസമാണ്, ഞാൻ ഉയർത്തുന്ന ദിവസമാണ്, എന്നെ ഉയർത്തുന്ന ദിവസമാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കി, നിങ്ങളറിയാതെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും, നിങ്ങളറിയാതെ അവസ്ഥകൾ മാറാൻ തുടങ്ങും. അതിനെല്ലാം തോൽപ്പിക്കുക. ഒരു പക്ഷേ നിങ്ങൾ രോഗാവസ്ഥയിലാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത് മുഴുവൻ അതായിരിക്കും. ഈ രോഗം നിങ്ങളെ ബ്രേക്ക് ചെയ്യും. ഈ രോഗത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങളതിനടുത്ത് നിങ്ങൾക്ക് നല്ല ചിന്തകൾ, ശുഭാപ്തി വിശ്വാസങ്ങൾ ചിന്ത, ഇത് കുറച്ച് കാലത്തേക്കുള്ളത് മാറും. ഒരു മഴയും തോരാതിരിക്കത്തില്ല, ഒരു സാഹചര്യം മാറാതിരിക്കുന്നില്ല. പാൻഡമിക് ടൈമിൽ നമ്മൾ പുറത്തു വന്നില്ലേ? അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം. കടഭാരങ്ങളാണ് നിങ്ങൾ ചിന്തിക്കണം, ഇതെന്നെ കവിയത്തില്ല. ഒരു പക്ഷേ ഞാൻ ഇന്നെൻ്റെ പേര് കടക്കാരെന്നായിരിക്കും. ദിവസങ്ങൾ കഴിയട്ടെ, ഞാനത് പ്ലാൻ ചെയ്യണം, എങ്ങനെ ഇത് വീട്ടാം, എങ്ങനെ അവസ്ഥ എനിക്ക് പുറത്തു വരാം എന്നുള്ള ചിന്തകൾ നിങ്ങൾ നിറയ്ക്കുമ്പോൾ നിങ്ങളറിയാതെ സാഹചര്യങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് 100 കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ജീവിതം വേദനിപ്പിക്കുമ്പോൾ ആ ജീവിതത്തോട് നിങ്ങൾ പറയണം, ദൈവം ചെയ്ത കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കുണ്ടായ നന്മകൾ തെരഞ്ഞു പിടിച്ച് ഞാൻ പറയുന്നു, ഞാൻ സന്തോഷിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു.